ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭാരമേറിയ കുരിശുമരം ചുമക്കാനാവാതെ ഈശോ വീണു പോകുന്നു. എവിടെ നിന്നോ ഓടിക്കിതച്ചെത്തുന്ന പരിശുദ്ധ അമ്മ. ആബേലച്ചൻ്റെ വാക്കുകളിൽ കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും പരസ്പരം നോക്കുന്നു. ആ നോട്ടം ഒരു ഓർമ്മയിലേക്ക് വഴുതി മാറുന്നു. ബാല്യത്തിൽ കുഞ്ഞുണ്ണി വീണു പോകുമ്പോൾ ഓടിയെത്തുന്ന നല്ല അമ്മ. പ്രിയപ്പെട്ടവരെ, മനുഷ്യപാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആ കാൽവരി യാത്രയിൽ ഈശോ വീണുപോയത്. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ വീണ് എൻ്റെ പാദമിടറുമ്പോൾ, എൻ്റെ ഹൃദയം കർത്താവിൽ നിന്ന് അകലുമ്പോൾ അമ്മ ഓടിക്കിതച്ചെത്തുന്നുണ്ട് നിറകണ്ണുകളുമായി. നമുക്കൊരു തീരുമാനമെടുക്കാം. അമ്മയോട് പറയാം, അമ്മേ, എൻ്റെ പ്രവൃത്തികൾ വഴി പാപത്തിൽ വീണ് എൻ്റെ പാദമിടറുക വഴി അമ്മയെ ഞാൻ വേദനിപ്പിക്കില്ല. പാദമിടറാതെ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഇന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അമ്മയുടെ സുകൃതം ഇതാണ്. താങ്ങുന്ന ഒരമ്മയായിരുന്നു പരിശുദ്ധ അമ്മ പാപത്തിൽ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഇന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സുകൃതം ഇതാണ്. അമ്മ താങ്ങുന്ന ഒരമ്മയാണ്. ഈശോയുടെ പാദമിടറിയപ്പോൾ ഓടിക്കിതച്ചെത്തിയതുപോലെ പാപത്തിൽ വീണ് എൻ്റെ പാദമിടറുമ്പോൾ, കർത്താവിൽ നിന്നും എൻ്റെ ഹൃദയമകലുമ്പോൾ അമ്മ നിറകണ്ണുകളുമായി ഓടിക്കിതച്ചെത്തുന്നുണ്ട്. അമ്മയോട് പറയാം, അമ്മേ, അമ്മയുടെ കണ്ണുകളെ ഈറനണിയുവാൻ എൻ്റെ പാപങ്ങൾ വഴി ഞാൻ ഇടവരുത്തില്ല. അമ്മ അതിനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. അമ്മേ മാതാവേ, എൻ്റെ ജീവിതം വഴി അമ്മയെ ലോകമറിയുവാൻ എനിക്കിടവരുത്തണമേ. അങ്ങനെ അനേകർ ഈശോയിലേക്ക് തിരിയട്ടെ. അമ്മയുടെ സുകൃതങ്ങളുടെ പൂന്തോപ്പ് എൻ്റെ ഉള്ളിലും നിറയട്ടെ. രോഗം, വേദന, മരണം, പൈശാചിക പീഡകൾ തുടങ്ങിയവയ്ക്കെതിരെ പോരാടുവാൻ അമ്മയിൽ നിറഞ്ഞ സ്വർഗീയ കൃപ എന്നിലും നിറയട്ടെ. ഈശോയുടെ അമ്മേ, എൻ്റെയും അമ്മേ, എനിക്കായി പ്രാർത്ഥിക്കണമേ.